പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം താൽക്കാലികമായി അവസാനിച്ചു. പ്രദേശവാസികൾക്ക് ടോൾ ഇളവ് നിർത്തലാക്കരുതെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. കമ്പനി അധികൃതർ MLA PP സുമോദുമായും ADM-ഉമായും ചർച്ച നടത്തും. അനുകൂല തീരുമാനമില്ലെങ്കിൽ വീണ്ടും സമരമെന്ന് ഡിവൈഎഫ്ഐ. പന്നിയങ്കരയിൽ ജനങ്ങളുടെയും നാട്ടുകാരുടെയും ആവശ്യമെന്ന് പറയുന്നത്, രാഷ്ട്രീയ പാർട്ടികളുടെയും ആവശ്യമെന്ന് പറയുന്നത് 10 കിലോമീറ്റർ സൗജന്യമായ നിരക്കിൽ പ്രാദേശിക വാഹനങ്ങൾക്ക് ടോൾ അനുവദിക്കണമെന്നതാണ്. അത് ഇപ്പോൾ 7.5 അനുവദിച്ചിട്ടുള്ളത്. അത് പോരാ, 10 എന്നതാണ് നമ്മൾ പറയുന്നത്. ആ നിലയിലേക്കുള്ള സമരവുമായി ഇവിടെ യുവജന പ്രസ്ഥാനം, ഡിവൈഎഫ്ഐയും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ മുന്നോട്ട് വരികയാണ്. തീർച്ചയായും ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽ, കലക്ടറുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടുണ്ട്. ഉച്ചയോടുകൂടി പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് നമുക്കൊപ്പം ചേരുന്നത്. പ്രസാദ്, 7.5 കിലോമീറ്ററിൽ പരിധിയിൽ ഉള്ളിൽ താമസിക്കുന്നവർക്ക് മാത്രമാണ് നിലവിലെ ഇളവ്. അത് നിയമത്തിന്റെ ഭാഗമായിട്ട് ഒരു തവണ അവർ ആവശ്യപ്പെടുന്ന കാര്യം ന്യായമാണ്. 10ഓ 15ഓ തവണ ദിവസം ഈ ടോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പൈസ കൊടുക്കാനാവില്ല. സാധാരണക്കാരന്റെ പോക്കറ്റ് കീറും. ബിനിൽ, കഴിഞ്ഞ അതായത് പന്നിയങ്കരയിൽ ടോൾ ആരംഭിച്ച സമയത്ത് ആ സമീപത്തുള്ള 6 പഞ്ചായത്തുകളിൽ പെട്ട ആളുകൾക്ക്, അവിടുത്തെ യാത്രക്കാർക്ക് പൂർണ്ണമായും സൗജന്യമായിരുന്നു. പക്ഷേ പിന്നീട് ഇത്രയും ആളുകൾക്ക് സൗജന്യം നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ടോൾ പ്ലാസ ഒരു നിയന്ത്രണം കൊണ്ടുവന്നത്. ആ നിയന്ത്രണം എന്ന് പറയുന്നത് ടോൾ പ്ലാസയോട് ചേർന്നുള്ള 7.5 കിലോമീറ്റർ പരിധിയുള്ള ആളുകൾക്ക് പൂർണ്ണമായും സൗജന്യവും അതിനുശേഷം 20 കിലോമീറ്റർ വരെ പ്രതിമാസം 350 രൂപ പാസും എന്നുള്ളതായിരുന്നു. അത് ഇന്ന് മുതൽ നടപ്പിലാക്കാനാണ് ടോൾ പ്ലാസ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാർ സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. ഇന്ന് രാവിലെ ഡിവൈഎഫ്ഐ അവിടെ പ്രതിഷേധം നടത്തുകയും 6ാം ട്രാക്കിൽ പൂർണ്ണമായും ഉപരോധിക്കുന്ന സാഹചര്യവും ഉണ്ടായി. പിന്നീടാണ് MLA PP സുമോദ് സ്ഥലത്തെത്തി അധികൃതരുമായി ചർച്ച നടത്തിയിട്ടുള്ളത്. ഇന്ന് 12 മണിക്ക് വീണ്ടും ചർച്ചയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ താൽക്കാലികമായി സമരം നിർത്തിവെച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐയുടെ ആവശ്യം പൂർണ്ണമായും സൗജന്യം വേണം എന്നുള്ളത് തന്നെയാണ്. നിലവിൽ മുമ്പ് നൽകിയിരുന്ന അതേ സൗജന്യം 6 പഞ്ചായത്തിലുള്ള ആളുകൾക്കും നൽകണമെന്നുള്ളതാണ് ആവശ്യം. പക്ഷേ അത്രയും നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. എന്തായാലും വീണ്ടും ചർച്ചയിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അതിൽ ഇളവ് നൽകാൻ തയ്യാറായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരം ഉണ്ടാകുമെന്ന് ഡിവൈഎഫ്ഐ പറയുന്നു. എന്തായാലും ചർച്ചയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് ആ സമരം ഇനി എങ്ങോട്ട് പോകും എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത വരൂ. അതേസമയം അവിടെ ആലത്തൂർ MP കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ഒരു നിവേദനം നൽകിയിട്ടുണ്ട്. ആ നിവേദനത്തിൽ പറയുന്നത് നേരത്തെ തുടക്കത്തിലുണ്ടായിരുന്ന 6 പഞ്ചായത്തുകൾക്കുള്ള അതേ സൗജന്യം തുടരണം എന്നുള്ളതാണ്. പക്ഷേ അതിനകത്തൊരു തീരുമാനമായിട്ടില്ല. ആ തീരുമാനം വരുന്നത് വരെയും കാത്തു നിൽക്കണമെന്നതും ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ, വ്യക്തമാണ്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം താൽക്കാലികമായി അവസാനിച്ചു. ചർച്ചയ്ക്ക് ശേഷം അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധം.